നമസ്കാരം. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കൗമാരക്കാർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മെറ്റ. ഇൻസ്റ്റഗ്രാമിൽ ആത്മഹത്യ, സ്വയം മുറിവേൽപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ആവർത്തിച്ച് സെർച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഇനി മുതൽ പിടിവീഴും. ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നിങ്ങൾ തിരയുന്നുവെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ രക്ഷിതാക്കളെ അറിയിക്കുമെന്നാണ് മെറ്റ അറിയിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ പേരന്റൽ സൂപ്പർവിഷൻ ടൂളുകൾ ഉപയോഗിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ്, വാട്സാപ്പ് എന്നിവ വഴി അറിയിപ്പ് ലഭിക്കും. ഇൻസ്റ്റഗ്രാം ആപ്പ് വഴിയും കുട്ടികളുടെ തിരച്ചിൽ വിവരം അറിയിക്കും. ഇതിനൊപ്പം ആത്മഹത്യ, സ്വയം മുറിവേൽപ്പിക്കൽ എന്നിവയിൽ നിന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും. ആത്മഹത്യയും സ്വയം അപകടപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരയുന്നതിനുള്ള സൗകര്യം ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് രക്ഷിതാക്കൾക്ക് അറിയിപ്പ് നൽകുന്ന സൗകര്യം കൊണ്ടുവരുന്നത്. US, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം വരുന്ന ആഴ്ചകളിൽ നിലവിൽ വരും. ഈ വർഷം തന്നെ മറ്റു രാജ്യങ്ങളിലും ഇത് നടപ്പാക്കും. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധിയില്ല. അതിനാൽ കുട്ടികളടക്കം ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്നുവെന്നാണ് മെറ്റയുടെ റിപ്പോർട്ട്. 13നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നുണ്ട്. 19% കൗമാരക്കാരും തങ്ങൾക്ക് ഇത്തരം ചിത്രങ്ങൾ കാണേണ്ടി വരുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിൽ ഫയൽ ചെയ്ത ഒരു കേസിന്റെ ഭാഗമായാണ് മെറ്റ ആഭ്യന്തര സർവേ നടത്തിയത്. ഈ റിപ്പോർട്ട് അവർ കാലിഫോർണിയ കോടതിയിൽ സമർപ്പിച്ചു. ഇത്തരം ചിത്രങ്ങൾ കൗമാരക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ ഇൻസ്റ്റഗ്രാം മേധാവി ആദം മൊസേരിയെ കോടതി വിസ്തരിച്ചു. ഇൻസ്റ്റഗ്രാം മനഃപൂർവ്വം കുട്ടികളെ ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൗമാരക്കാരെ ഇൻസ്റ്റഗ്രാമിന് അടിമകളാക്കാൻ വേണ്ടിയാണ് അനാവശ്യവും അശ്ലീലവുമായ ചിത്രങ്ങൾ കാണിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. താല്പര്യമില്ലാത്ത അശ്ലീല ചിത്രങ്ങൾ കാണാൻ നിർബന്ധിതരാകുന്നത് കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുവെന്നും പരാതിയുണ്ട്. ഇതോടെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ വലിയ നിയമ നടപടികൾ നേരിടുകയാണ്.